അവൾ 2 വർഷം കാത്തിരുന്നു ഭർത്താവിനേക്കായി. പക്ഷേ തിരിച്ചുവന്നപ്പോൾ സംഭവിച്ചത് എല്ലാവരെയും ഞെട്ടിച്ചു. ഒരു ചെറിയ കേരള ഗ്രാമം. പുലർച്ചെ മഞ്ഞ് പടർന്ന വഴികളിലൂടെ ആലോചനകളിൽ മുങ്ങിയൊരാൾ നടക്കുകയാണ്. അവളുടെ പേര് അനിത്. 2 വർഷം മുൻപ് ഭർത്താവ് രാജീവ് വിദേശത്തേക്ക് പോയി. നല്ലൊരു ജീവിതത്തിനായി, ഭാവി ഉറപ്പാക്കാനായി. അന്ന് അവൻ പോയപ്പോൾ അനിതയുടെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷേ ഹൃദയം മുഴുവൻ പ്രതീക്ഷയായിരുന്നു, അവൻ തിരിച്ചുവരും. ആദ്യകാലത്ത് എല്ലാ ദിവസവും വിളി വന്നിരുന്നു. എങ്ങനെയിരിക്കുന്നു അനിത? അവളുടെ ചിരി ഫോൺ വഴി മുഴങ്ങും. ഞാൻ സുഖമാണ് രാജീവ്, നീ ശ്രദ്ധിക്കണം അവിടെ. കാലം മാറി. ദിവസങ്ങൾ ആഴ്ചകളായി, ആഴ്ചകൾ മാസങ്ങളായി. ഒരു ദിവസം അവന്റെ ഫോൺ വിളി വരാതെ പോയി. അവൾ ചിന്തിച്ചു, ഒരുപക്ഷേ ജോലി ബിസിയായിരിക്കും. പക്ഷേ ദിവസങ്ങൾ കടന്നുപോയി, മറുപടിയില്ല. വീട്ടിൽ അവൾ ഒറ്റയ്ക്കായിരുന്നു. രാവിലെ പള്ളിക്കപ്പുറം നടന്നു പോകും, ഭർത്താവിനായി പ്രാർത്ഥിക്കും. കൈകളിൽ കത്തുകൾ, പഴയ ഫോട്ടോകൾ. അവന്റെ വാക്കുകൾ മനസ്സിൽ മുഴങ്ങും. ഗ്രാമത്തിലെ ആളുകൾ ആദ്യം സഹതാപത്തോടെ നോക്കിയിരുന്നു. പക്ഷേ സമയം കടന്നപ്പോൾ അവളുടെ മൗനം തന്നെ അവർക്കു സംശയമായി. രാജീവ് പോയിട്ട് 2 വർഷം ആയി, അവൾ ഇപ്പോഴും ഒറ്റയാണോ എന്ന ചോദ്യങ്ങൾ അവളുടെ ചുറ്റും ചുറ്റിത്തുടങ്ങി. ഒരു ദിവസം അനിത മാർക്കറ്റിലേക്ക് പോയപ്പോൾ കുറച്ചു സ്ത്രീകൾ പിന്നിൽ ചിരിച്ചു. കേട്ടോ, അവൾക്ക് ഇപ്പോൾ ഗർഭമാണ്. എന്താ? ഭർത്താവ് 2 വർഷമായി വിദേശത്ത്. അവളുടെ ചെവികളിൽ ആ വാക്കുകൾ കത്തിപോലെ പറ്റി വീണു. അവൾ ഒന്നും പറയാതെ മുന്നോട്ടു നടന്നു. ഹൃദയം കത്തിക്കൊണ്ടിരുന്നു. വീട്ടിൽ എത്തിയപ്പോൾ അവൾ വാതിൽ അടച്ചു കരഞ്ഞു. ആരോടും പറയാനില്ല, ആരും മനസ്സിലാക്കില്ലെന്ന് അവൾക്കറിയാം. അതേ രാത്രിയിൽ അനിതയുടെ കൈകളിൽ പഴയൊരു കത്ത്. രാജീവിന്റെ കൈയെഴുത്ത്. നീ എന്റെ ലോകം തന്നെയാണ് അനിത. എന്ത് സംഭവിച്ചാലും ഞാൻ നിന്നെ വിശ്വസിക്കും. അവൾ ആ വാക്കുകൾ വായിച്ചു, മൗനമായി കണ്ണീരൊഴുക്കി. അവൾ മനസ്സിലാക്കി, സത്യം ഒരു ദിവസം തെളിയും. പക്ഷേ അതുവരെ ലോകം അവളെ കുറ്റക്കാരിയാക്കും. പിന്നിൽ സംഗീതം ഉയരുന്നു, പിയാനോ നിശബ്ദതയിലേക്ക് മായുന്നു. അവൾ ജനാലക്കപ്പുറം നോക്കി. ദൂരെയായി ഒരു ട്രെയിൻ ശബ്ദം കേൾക്കാം. ആ ശബ്ദത്തിൽ അവൾക്ക് തോന്നി, ഒരു ദിവസം രാജീവ് തിരിച്ചുവരും. അവൻ സത്യം കാണും. അവൾ കാത്തിരിക്കുന്നു. 2 വർഷമായി. ഇന്നും അതേ പ്രതീക്ഷയോടെ. പക്ഷേ തിരിച്ചുവന്ന ദിവസം സംഭവിച്ചത് എല്ലാവരെയും ഞെട്ടിച്ചു. 2 വർഷം കഴിഞ്ഞു. അനിതയുടെ ജീവിതം അതേപോലെ തന്നെ. ആ വീട്, ആ കസേര, ആ ജനാൽ. അവിടെ അവൾ ദിനംപ്രതി കാത്തിരിക്കുന്നു. ഭർത്താവിന്റെ വാക്കുകൾ മനസ്സിൽ മുഴങ്ങുന്നു, ഞാൻ ഉടൻ തിരിച്ചുവരും. ഒരു ദിവസം ഗ്രാമത്തിലേക്ക് ഒരു കാർ വന്നു. പൊടിപടലങ്ങൾക്കിടയിൽ നിൽക്കുന്ന ആ കാർ കണ്ടപ്പോൾ കുട്ടികൾ ഓടി പറഞ്ഞു, രാജീവ് മാഷ് വന്നിരിക്കുന്നു. അവളുടെ ഹൃദയം നിമിഷം നിൽക്കുന്നതുപോലെ തോന്നി. കാൽ നടുങ്ങി വാതിലിനടുത്തേക്ക് ചെന്നു. അവൻ കാർ ഇറങ്ങുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. 2 വർഷത്തിനുശേഷം കാണുന്ന മുഖം, മൂടിയ താടിയും ക്ഷീണിതമായ മുഖവും, പക്ഷേ അതേ സ്നേഹം നിറഞ്ഞ കണ്ണുകൾ. അവൻ പുഞ്ചിരിച്ചു. അനിത. അവൾ മിണ്ടാനാവാതെ മുന്നോട്ടു നടന്നു, കണ്ണീരോടെ അദ്ദേഹത്തിന്റെ മുന്നിൽ നിന്നു. ഒരു നിമിഷം ലോകം മുഴുവൻ നിലച്ചു. പക്ഷേ ആ നിമിഷം നീണ്ടുനിന്നില്ല. പിന്നിൽ നിന്നുണ്ടായ ശബ്ദം എല്ലാം മാറ്റി. എന്താ രാജീവേ, നിനക്ക് അറിയാമോ ഇവളെക്കുറിച്ച് ഗ്രാമം എന്തൊക്കെ പറഞ്ഞു? അവൻ ഞെട്ടി നോക്കി. അയൽക്കാരൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് പോകും വരെ ഇവൾ. അവന്റെ വാക്ക് പൂർത്തിയാകുന്നതിന് മുൻപേ അനിതയുടെ കണ്ണുകൾ നിറഞ്ഞു. രാജീവ് ഒന്നും പറഞ്ഞില്ല. അവൻ അവളുടെ മുഖം നോക്കി. മൗനം. അത്രയും ശക്തമായ മൗനം. അവൾ പറഞ്ഞു, ഞാൻ ഒന്നും തെറ്റ് ചെയ്തിട്ടില്ല രാജീവ്. അവർ പറയുന്നതെല്ലാം കള്ളം. അവൻ മന്ദഹസിച്ചു. പക്ഷേ ആ ചിരിയിൽ സംശയം അടങ്ങിയിരുന്നു. ഞാൻ വിശ്വസിക്കുന്നു, അവൻ പറഞ്ഞു. പക്ഷേ ശബ്ദം ദുർബലമായിരുന്നു. അവൻ വീട് അകത്തേക്ക് നടന്നു. പഴയ ഫോട്ടോകൾ, കത്തുകൾ, അനിതയുടെ കുറിപ്പുകൾ എല്ലാം മേശപ്പുറത്ത് വച്ചിരിക്കുന്നു. അവൻ അവ കാണുമ്പോൾ അവളുടെ കാഴ്ച പിന്നിൽ നിന്ന് മങ്ങിയതായി തോന്നി. രാത്രി വന്നു. അവൾ വിളക്ക് കത്തിച്ചു, ഭക്ഷണം വെച്ചു. പക്ഷേ രാജീവ് ഒന്നും പറഞ്ഞില്ല. ആ മൗനം കൂടുതൽ വേദനയായി. പുറത്ത് മഴ തുടങ്ങി. അവൾ ശബ്ദം കേട്ടു പറഞ്ഞു, ഇതാണ് ആ മഴ, നീ പോയ ദിവസത്തെ പോലെ. അവൻ മറുപടി ഇല്ലാതെ ജനാലക്കപ്പുറത്ത് നോക്കി. മഴയുടെ ശബ്ദം മന്ദമാവുമ്പോൾ അവൻ ചോദിച്ചു, അനിത, അവർ പറഞ്ഞത് സത്യമാണോ? അവളുടെ ഹൃദയം തകർന്നു. കണ്ണീർ ചുണ്ടുകൾ കടന്നു താഴേക്ക് വീണു. നീയും വിശ്വസിക്കുന്നില്ലേ എന്നെ? അവൻ നിശ്ശബ്ദമായി പുറത്തേക്ക് നടന്നു. മഴയിൽ അവന്റെ രൂപം മങ്ങിയതായി തോന്നി. അവൾ നിലവിളിക്കാതെ അവനെ നോക്കി നിന്നു. കണ്ണീരിൽ നനഞ്ഞ മുഖം, വിറയുന്ന കൈകൾ. അവൻ ദൂരെയായി അപ്രത്യക്ഷനായി. അന്നു രാത്രി അനിത മുഴുവൻ സമയം ഉണർന്നുകിടന്നു. ജനാലയിലൂടെ മഴതുള്ളികൾ വീഴുന്നത് നോക്കി. ഓരോ തുള്ളിയിലും അവൾക്ക് തോന്നി, സത്യം ഒരു ദിവസം തെളിയും. പക്ഷേ എത്രകാലം ആകും? എത്ര വേദന കൂടി സഹിക്കണം? അവൾ പകൽ എഴുന്നേറ്റപ്പോൾ ഗ്രാമം മുഴുവൻ വർത്തമാനങ്ങൾ പടർന്നു. രാജീവ് വീട്ടിൽ നിന്ന് പോയത്രേ. അനിതയെ സംശയിച്ചത്രേ. അവൾ മിണ്ടിയില്ല. മനസ്സിലോർക്കുന്ന ഏകവാക്ക് സത്യം. പക്ഷേ അടുത്ത ദിവസം സംഭവിച്ചത് ആ ഗ്രാമത്തിന്റെ ചരിത്രം തന്നെ മാറ്റിമറിച്ചു. അടുത്ത ദിവസം ഗ്രാമം മുഴുവൻ ഒരൊറ്റ വർത്തമാനമായിരുന്നു. രാജീവ് വീട്ടിൽ നിന്ന് പോയത്രേ. എല്ലാവരും അവളുടെ വീട്ടിനു മുന്നിലൂടെ കടന്നു നോക്കുകയായിരുന്നു. ചിലർ കരുണയോടെ, ചിലർ സംശയത്തോടെ,
ചിലർ നിസ്സാരമായ ചിരിയോടെ. അവൾ വാതിൽ അടച്ചിരിക്കുന്നു. പുറത്തു പോകാൻ മനസ്സില്ല. അവളുടെ ഉള്ളിൽ ആഴത്തിലുള്ള നിശബ്ദത. അവൾക്ക് തോന്നി, ഇപ്പോൾ ആരെയും കാണേണ്ട, ആരോടും പറയേണ്ട ഒന്നുമില്ല. അവളുടെ മേശപ്പുറത്ത് പഴയ കത്തുകൾ, ചിത്രങ്ങൾ, രാജീവിന്റെ പഴയ സ്വറ്റ്. അവൾ അത് എടുത്ത് നെഞ്ചോട് ചേർത്തു. കണ്ണുനീർ തുള്ളികൾ വീഴുമ്പോൾ അവൾ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഒന്നും തെറ്റ് ചെയ്തിട്ടില്ല രാജീവ്. നീ തിരിച്ചറിയും. സന്ധ്യയ്ക്ക് അവൾ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുന്നു. അപ്രതീക്ഷിതമായി വാതിൽ തട്ടുന്ന ശബ്ദം. അവൾ പതുക്കെ വാതിൽ തുറന്നു. വാതിലിനു മുന്നിൽ ഒരു യുവാവ് കുർത്തേണിഞ്ഞ് മന്ദഹസിച്ചു. അമ്മേ, അവൻ പറഞ്ഞു. അനിത ഞെട്ടി. നീ? അവൻ പറഞ്ഞു, ഞാൻ ഡോക്ടർ വിഷ്ണു. നിങ്ങൾ കഴിഞ്ഞ മാസം ആശുപത്രിയിൽ സഹായം ചോദിച്ചപ്പോൾ ഞങ്ങൾ കണ്ടത് ഓർക്കുന്നുണ്ടോ? അവൾ തലയാട്ടി. അവിടെ ഞാനെത്തിയത് അമ്മയുടെ ചികിത്സക്കായിരുന്നു. അവൻ പുഞ്ചിരിച്ചു. അതെ അമ്മേ. അന്ന് നിങ്ങൾ ഗർഭിണിയാണെന്ന് പറഞ്ഞത് ഞാനാണ്, പക്ഷേ അത് രോഗം ആയിരുന്നു. നിങ്ങൾക്ക് അത്രയും ഭയം തോന്നിയതിനാൽ ഞാൻ മറ്റുള്ളവരോട് ഒന്നും പറഞ്ഞില്ല. അവളുടെ കണ്ണുകൾ വലുതായി. അതൊക്കെ? അതെ അമ്മേ, ഡോക്ടർ പറഞ്ഞു. എല്ലാവരും തെറ്റായി കരുതി. പക്ഷേ ഇന്നെനിക്ക് പറയേണ്ടത് അനിവാര്യമാണ്. അവൻ ഒരു കത്ത് അവളുടെ കയ്യിൽ നൽകി. ഇത് നിങ്ങളുടെ ഭർത്താവിന്റെ കത്ത് ആണ്. അദ്ദേഹം എനിക്ക് അയച്ചത്. അവൾ വിറയുന്ന കൈകളാൽ കത്ത് തുറന്നു. അവിടെ എഴുതിയിരിക്കുന്നു. പ്രിയ അനിത, എനിക്ക് എല്ലാം മനസ്സിലായി. അവർ പറഞ്ഞത് കള്ളം ആയിരുന്നു. ഡോക്ടർ വിഷ്ണുവിൽ നിന്നാണ് ഞാൻ സത്യം അറിഞ്ഞത്. നീ എത്ര വേദന സഹിച്ചുവെന്ന് എനിക്കറിയാം. ഞാൻ നിന്നെ വിശ്വസിക്കുന്നു, അനിത. ഞാൻ തിരിച്ചുവരുന്നു, ഈ തവണ എന്നേക്കായി. അവളുടെ കണ്ണുനീരിൽ അക്ഷരങ്ങൾ മങ്ങിയെങ്കിലും അവളുടെ ഹൃദയം പ്രകാശിച്ചു. അവൾ വാതിൽക്കപ്പുറത്ത് നോക്കി. ആകാശം തെളിഞ്ഞിരുന്നു. മഴ അവസാനിച്ചിരിക്കുന്നു. അതേ നിമിഷം ദൂരെയായി ഒരു കാർ ശബ്ദം. അവൾ ഓടി പുറത്തിറങ്ങി. കാറിൽ നിന്ന് രാജീവ് ഇറങ്ങുന്നു. അവൻ അവളെ കണ്ടപ്പോൾ കണ്ണുകൾ നിറഞ്ഞു. അവൾ മുന്നോട്ടു നടന്നു, ഒന്നും പറഞ്ഞില്ല. അവൾ അവന്റെ കൈകൾ പിടിച്ചു. കണ്ണുനീർ മൂടിയ ചിരിയിൽ അവൻ പറഞ്ഞു, ഞാൻ വിശ്വസിച്ചില്ല, അതാണ് എന്റെ തെറ്റ്. അവൾ തല കുനിച്ചു. നീ തിരിച്ചുവന്നത് മതിയായിരുന്നു. ഗ്രാമം മുഴുവൻ നിശബ്ദമായി നോക്കി. ചിലർ ലജ്ജിച്ചു, ചിലർ കരഞ്ഞു. ആ ദിവസം അവരൊക്കെ മനസ്സിലാക്കി, സത്യം വൈകി വന്നാലും അത് ജയിക്കും. മഞ്ഞുവീഴുന്ന ആ രാവിലെ അവളുടെ വീട്ടിൽ നിന്നു കേട്ട ശബ്ദം, കുട്ടികളുടെ ചിരി. പുതിയ ജീവിതം തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. പിയാനോ സംഗീതം ഉയരുന്നു, ശബ്ദം മാഞ്ഞുപോകുന്നു. സത്യം മിണ്ടാതിരിക്കും, പക്ഷേ അത് ഒരിക്കലും മരിക്കില്ല.